മന്ത്രിമാർക്ക് ജില്ലകളുടെ ചുമതല നൽകി ഉത്തരവിറക്കിയ സർക്കാർ CP ജോണിനാണ് തിരുവനന്തപുരം ജില്ലയുടെ ചുമതല. ഷിബു ബേബി ജോണിന് കൊല്ലം ജില്ലയുടെയും മോൻസ് ജോസഫിന് കോട്ടയം ജില്ലയുടെയും റോജി എം ജോണിന് എറണാകുളം ജില്ലയുടെയും ചുമതലയാണ് നൽകിയിട്ടുള്ളത്. അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. അലക്സ്, ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ ജില്ലയുടെ ചുമതലകൾ? ഭരണ നിർവഹണം എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം നടപടി സ്വീകരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, മുൻ സർക്കാരിന്റെ കാലത്ത് ഓരോ മന്ത്രിമാർക്കും വിവിധ ജില്ലകളുടെ ചുമതലകൾ നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ആ ജില്ലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ഏകോപനം, അത്തരം പ്രവർത്തനം, അതിന്റെ വിലയിരുത്തലിനൊക്കെ വേണ്ടിയാണ് ഒരു മന്ത്രിക്ക് ചുമതല നൽകുന്നത്. സമാനമായി തന്നെ വി.ഡി. സതീശൻ സർക്കാരിലും മന്ത്രിമാർക്ക് ജില്ലാതല ചുമതലകൾ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് ജില്ലയിൽ മന്ത്രിമാരില്ല, നമുക്കറിയാം. അവിടെ മുതിർന്ന നേതാവും അതുപോലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എ പി അനിൽകുമാറിനാണ് കോഴിക്കോട് ജില്ലയുടെ ചുമതല നൽകിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് മന്ത്രിമാരില്ല. പകരം വേങ്ങരയിൽ നിന്ന് മത്സരിച്ചു വിജയിച്ച KM ഷാജിയാണ് കാസർഗോഡ് ജില്ലയുടെ ചുമതലക്കാരനായി വരുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ ചുമതല CP ജോണിനാണ്. കൊല്ലം ജില്ലയുടെ ചുമതല മന്ത്രി ഷിബു ബേബി ജോണിനാണ്. പത്തനംതിട്ടയുടെ ചുമതല PC വിശ്വനാഥിനാണ്. ആലപ്പുഴയുടെ ചുമതല M ലിജുവിന്. കോട്ടയത്തിന്റെ ചുമതല മോൻസ് ജോസഫിന്. ഇടുക്കിയിൽ അനൂപ് ജേക്കബ്. ഇടുക്കിയിൽ നമുക്കറിയാം, ഇടുക്കിയിലും മന്ത്രിമാരില്ല. ഇടുക്കി ജില്ലയുടെ ചുമതല അനൂപ് ജേക്കബിനാണ്. എറണാകുളത്തിന്റെ ചുമതല മന്ത്രി റോജി എം ജോൺ. തൃശൂരിന്റെ ചുമതല മന്ത്രി OJ ജനീഷ്. പാലക്കാടിന്റെ ചുമതല N ഷംസുദ്ദീൻ. മലപ്പുറത്തിന്റെ ചുമതല PK ബഷീർ. വയനാടിന്റെ ചുമതല T സിദ്ദിഖ്. കണ്ണൂർ ജില്ലയുടെ ചുമതല സണ്ണി ജോസഫ് എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അസിത. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.